കേരള നിയമസഭാ മന്ദിരം അഭിമാന പുരസ്സരം തലയെടുപ്പോടെ നിൽക്കുന്നത് നമ്മളെല്ലാം ദൂരെ കൂടി എന്നും കണ്ടുപോകാറുണ്ട്. അത് തിരുവനന്തപുരത്തിന്റെ ഒരു സ്വകാര്യ അഭിമാനവും കൂടിയാണ്. 2025 ജനുവരി 7 മുതൽ 13 വരെയുള്ള ഒരാഴ്ചക്കാലം അവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നു. KLIBF കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുകയാണിവിടെ. പുസ്തകപ്രേമികളുടെ വസന്തോത്സവം തന്നെയാണിത്. മന്ദിരത്തിനകവും പുറവും ദീപാലങ്കാരങ്ങളെ കൊണ്ട് വർണ്ണാഭമാക്കിയിരിക്കുന്ന സന്ധ്യാ കാഴ്ചകൾ അല്ലെങ്കിൽ രാത്രി കാഴ്ചകൾ വളരെ മനോഹരങ്ങളാണ്. പ്രധാനപ്പെട്ട 4ഓളം സദസ്സുകളിൽ പൊതുപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ചെറിയ കുട്ടിപ്പുസ്തകങ്ങൾ മുതൽ ലോക നിലവാരമുള്ള വൻ എഴുത്തുകളുടെ പറദീസ കാണാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തിയത്. നിയമസഭാ മന്ദിരത്തിന് പുറത്ത് മനോഹരമായി തയ്യാറാക്കിയിരിക്കുന്ന ഗാർഡൻ, അതിൽ മഹാത്മാഗാന്ധിയുടെ വലിയൊരു പ്രതിമ, പിന്നെ അംബേദ്കറിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും, അതെല്ലാം ചുറ്റി നടന്ന് കാണാനുള്ള അസുലഭമായ ഒരവസരമാണ് ഇത്. സന്ധ്യയോടുകൂടി ആൾക്കാരുടെ എണ്ണവും കൂടി. ഇടതുവശത്തായി ഐസ്ക്രീം വിൽപ്പനയും മുൻവശത്ത് അതിൻ്റെ സ്റ്റാളുകളിലേക്കുള്ള എൻട്രൻസും. ഞാനിതുവഴി പോകുമ്പോൾ ഒരു കുഞ്ഞു വാവ ഇവിടെ ചുറ്റിക്കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. സന്തോഷത്തിൻ്റെ ഒരു സാഹചര്യം എവിടെയും നിലനിൽക്കുകയാൽ മനസ്സ് വളരെ ലിബറേറ്റഡ് ആണെന്ന് തോന്നും. പ്രത്യേകിച്ച് അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, പിന്നെ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർക്കുന്നവർക്ക് ഇത് മനോഹരമായ ഒരു ഓർമ്മയും കൂടിയാണ്. ഇത് 3ാമത്തെ എഡിഷനാണ്. 2025 ജനുവരി 7 മുതൽ 13 വരെയാണ് ഇവിടെ ഈ സെലിബ്രേഷൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. നമ്മളിങ്ങനെ അകത്തേക്ക് കടക്കുമ്പോൾ നിയമസഭയിലേക്ക് ആദ്യമായി കാലുവയ്ക്കുകയാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്, ഒരു കാത്തിരിപ്പായിരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമായിട്ട് കയറി ചെന്ന് കാണുന്നത് കേരളം ഇന്ത്യക്ക് തന്നെ സമ്മാനമായി നൽകിയ, ലോകത്തിന് സമ്മാനമായി നൽകിയ KR നാരായണൻ എന്ന മഹത് വ്യക്തിത്വം. അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കാൻ ഇവിടെ ഒരു ശിലാപ്രതിമ, മാർബിളിൽ കൊത്തിവെച്ച പ്രതിമയുണ്ട്. ഞാനിത് ഫൈബർ എന്നാണ് കരുതിയത്. തട്ടി നോക്കിയപ്പോൾ ഇത് സ്റ്റോൺ ആണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് കാഴ്ചകൾ ആരംഭിക്കുകയാണ്. ഇടതുവശത്ത് ഒരു മെഡിക്കൽ ഡിവിഷൻ തന്നെ ഉണ്ട്. അവിടെ നഴ്സസും ഡോക്ടറും അവൈലബിൾ ആണ്. അവരുടെ അനുവാദം ചോദിച്ചിട്ട് ആ വീഡിയോ ഒന്ന് എടുത്തു. എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ പ്രേമലേഖനം എന്ന കൃതിയിൽ നിന്ന് ചില സ്റ്റാൻസസ് ഇവിടെ ഒരു ബുക്കിൻ്റെ പേജിൽ എന്ന പോലെ എഴുതി പ്രദർശിപ്പിക്കുന്നു. രാജകീയമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഇൻറ്റീരിയൽസ് ആണ് ഇവിടെയും. തേക്കിൻ്റെ തടി കൊണ്ട് മനോഹരമായി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ശില്പ നിർമ്മിതി തന്നെയാണത്. ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വലിയ ഒരു സഭാ ഹാളിലേക്ക്, നിയമസഭാ മന്ദിരമല്ല, അതിൻ്റെ താഴെ അറ്റമുള്ള ഒരു ഓഡിറ്റോറിയമാണ്.
അവിടേക്ക് കടക്കാൻ നമുക്ക് പാസ് തന്നു. ഫ്രീ ആണ്, പക്ഷെ പാസ് വേണം നമുക്ക് എൻട്രിക്ക്. അങ്ങനെ അവിടെ ധാരാളം ജനങ്ങൾ വന്ന് നിരന്നിരിക്കുകയാണ്. സെൻട്രലൈസ്ഡ് AC ആണ്. എന്തോ പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. ഇത് അകത്തു നിന്ന് പുറമേ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നതിൻ്റെ കാഴ്ചയാണ്. നമ്മളും അതുവഴിയാണ് വന്നത്. അവിടെ ഒരു ക്യാമറാമാൻ ഇരിപ്പുണ്ട്. വളരെ വില കൂടിയതാണ് ഈ ക്യാമറ. വളരെ ദൂരെ നിന്ന് മൂവി പിക്ചർ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നമുക്കൊരു അത്ഭുതമാണ്. കാരണം നമ്മൾ അതിൻ്റെ ആരാധനയിലുമാണല്ലോ. അങ്ങ് ദൂരെ നമുക്ക് കാണാം ഡൈസൽ പി ജയചന്ദ്രനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ LCD ഡിസ്പ്ലേ ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കൊന്ന് നടക്കാം. ആദ്യം ഏകദേശം 4000-ഓളം ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് പ്രോഗ്രാം കാണാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് ആ ഓഡിറ്റോറിയം. അത്രയ്ക്ക് വലുതാണ്. വേറൊരു വശത്ത് മറ്റൊരു ഓഡിറ്റോറിയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3-4 ഓഡിറ്റോറിയങ്ങളിലാണ് പരിപാടികളുള്ളത്. ഇവിടെ നിന്ന് പുസ്തകങ്ങളും വാങ്ങി ഉടൻ വായിക്കണമെന്നുള്ള ടെൻഡൻസിയോടെ പോകുന്നുണ്ട് ആൾക്കാർ. ഞാനും ചില സ്റ്റാളുകളിൽ മുഴുവൻ ഇങ്ങനെ നോക്കി നടന്നു. എനിക്ക് തോന്നുന്നു 150 സ്റ്റാളുകളുണ്ടെന്ന്, അതോ അതിൽ കൂടുതലുമോ. അത്രയ്ക്ക് എണ്ണമറ്റ പബ്ലിഷേഷൻസ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പുസ്തകങ്ങളുടെ ഒരു പ്രപഞ്ചം. ചിലർ പ്രോഗ്രാം കാണാൻ വന്നവരാണ്. മറ്റു ചിലർ പുസ്തകങ്ങളുടെ വിവരങ്ങൾ അറിയാൻ വന്നതാണ്. വേറെ ചിലർ ധാരാളം പുസ്തകങ്ങൾ വാങ്ങാൻ വന്നവരുമാണ്. ഇങ്ങനെ ധാരാളം ആൾക്കാരുടെ ഒരു പ്രവാഹം സന്ധ്യ കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അങ്ങനെ ഓരോരോ സ്റ്റാളുകൾ കണ്ട് അവിചാരിതമായിട്ടാണ് ഞാൻ ഇസായുടെ സ്റ്റാളിലേക്ക് വന്നത്. ഇഷ ബിസ്വ. അവിടെ വന്നപ്പോൾ 2 ഫോറിനേഴ്സിനെ കണ്ടു. അവർക്ക് ഇഷ ബിസ്വായുടെ ആശ്രമത്തിൻ്റെ US ചാർജാണുള്ളത്. ഞാൻ അവരെ പരിചയപ്പെട്ടു. Ask me a question, then I will. Ma'am, I just want to know about the ideology. I think not ideology. What is the main teaching of our Guru? Kindly tell for normal layman language. Okay. So Jagadguru Swami Isha is teaching us that there is no difference between the outside and the inside. That everything is made of energy, and energy is only vibrating consciousness. So he has introduced so many different aspects in the scientific world, in the world of education, in everywhere we are setting up centers around the world to spread this message of Swamiji, that actually there is no difference between you and me, between the world and myself, and between the subject and the object in Swamiji's words. Okay, ma'am. I have one doubt about that. Yeah. Then why the enmity is coming if one person, for example A, and the second person is B? If they are understanding, we are same, it won't be happen enmity or fight. But in the normal life, people like always fighting now with the many reasons like money, religion, and caste for Kerala. Yeah. Yes. Sorry, for main business. No. Okay, so what you can tell about that? Why the people are like that? Why they are fighting?
always fighting. You already said, because they don't have that awareness that we are both the same. We are both human beings. We are both organisms. We are made of organ systems. All of that is made of atoms. All of that is made of subatomic particles, all the way up to the unifying, a single unit of vibration that Swamiji calls the I particle. So if we don't realize that we are actually made of the same, that we are the same. Okay. So there is lot of books for my doubts. Lot of books are there. Hmm? Swamiji has written these books. One is, as she was showing you, this is the Human Manifesto. Oh my God. It's Swamiji's global education policy. Okay. So anyone should be able to learn in school itself that I am just like you, that the outside knowledge that I receive in my textbook has a relationship to myself. That is his system of education. It's called Education for Total Consciousness. Okay, fine. Then one more doubt. If one person who wanted to learn something from ashram, if his age is, for me, above 40, is it possible to come there and learn it? How it will be possible? Everybody is learning all throughout their life. Swamiji is teaching us that life is a learning process. We are always learning. So we are always developing. Of course. So of course anyone can come at any time to the ashram, and if they're ready to receive knowledge, they will definitely get it in abundance from Swamiji. Ma'am, actually, when I am standing with you here, you are like a goddess. Your face, both of your face are very calm and cool. There is no pressure, strain. What is this magic? Meditation? Of course, we do practices. We have certain practices that we've received from Swamiji to help us to know better about our system and how I'm getting out of balance. I have the tools to be able to get back in balance. Sometimes it might be my intellect that's a problem. Sometimes it might be my ego. Sometimes my emotions. Sometimes my ignorance. Yes, So yes. Swami has given us those tools to put Yes, them yes. back into balance. Yes. Okay, normal persons are fully covered with a lot of emotions, egos. Yes, that is why struggling. Really, I can understand. So, what this sister can tell something. Yes, she would like to talk about the I theory. Yeah, she is eager to sell her book. I'm eager to get this knowledge out because I find it really liberating and the true source for peace and happiness in the world. That's why I showed you. So this is the I particle, and as Swamiji says, it is like the basic unit of vibration. Everything in the universe is vibrating, and this is the basic unit of it. And knowing about the I particle and how it combines with other I particles and builds up everything and changes what we need, then we can learn how to balance ourselves and our environment. Okay, thanks a lot. Could you please tell me one more? Your name? My name? Yeah. Stephanie. One more time. Stephanie. Stephanie. Okay. This sister. Can I call you sister or teacher or mom? What? Sister is okay. Sister. My sister. So your name? My name is Meera. Meera. Okay. Already she said like me that there is lot of books. They are introducing us for spiritual learning. Okay. We hope we can enjoy life if these teachers are with us. Thanks, sisters. Thanks. God bless. Thank you so much. To present you with this book, the biography of Swamiji by Venganar Balakrishnan, with our pleasure. Oh my God, this is a great achievement for me. The first lesson for a spiritual life I am receiving from Meera's sister. Thank you so much. ഇവിടെ നമുക്ക് നമ്മുടെ രണ്ട് മലയാളികളുണ്ട്. ചേച്ചിയുടെ പേരെന്താ? എവിടെയാ സ്ഥലം? പേട്ട ചേച്ചി ആശുപത്രിയിലുണ്ട്. ആശ്രമത്തിൽ ഞാൻ ആ അറിയിക്കും തീർച്ചയായിട്ടും. ഇസ്രായേലിലെ ടീച്ചറാണല്ലേ?
മൈക്ക് ഇങ്ങനെ. എവിടെയാ സ്ഥലം ഇവിടെ? എന്റെ കരമന ആ, ഓക്കെ ഓക്കെ ഫൈൻ. ആശ്രമത്തിലെ ഫോളോവർ ആണോ അതോ ടീച്ചിങ് പ്രൊഫഷൻ മാത്രമാണോ? ടീച്ചിങ് ബാക്കി ഇവിടെ കാര്യങ്ങളിലെല്ലാം ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. കുറച്ച് നേരമായിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചു, എനിക്കൊരു വീഡിയോ ബൈറ്റ് തരുമെന്ന് ചോദിച്ചു. ഇതിനെക്കുറിച്ച് അങ്ങനെയാണ് സിസ്റ്റർ തന്നത്. ഭയങ്കര സന്തോഷം എല്ലാം പരിചയപ്പെട്ടതല്ലേ. ആളിന് ആളാണ് മീര മാം. ആൾ ഇൻ ആളാണ്. അതെ അതെ. അങ്ങനെ എനിക്ക് മനസ്സിന് സന്തോഷം തോന്നിയ ഒരു നിമിഷം ഇങ്ങനെ കടന്നുപോയി. അവിടെ നിന്ന് രാത്രിയായി. ഞാൻ പുറത്തേക്ക് വരുമ്പോൾ രാത്രി കാഴ്ചകൾ വളരെ മനോഹരമായി മാറി. ഇവിടെ നിന്ന് ഞാൻ ഈശാ വിസ്വയുടെ ആ സ്റ്റാൾ ഒന്നുകൂടി കണ്ടു. മനസ്സിനെ സ്നേഹിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിലൂടെ മനസ്സ് കടന്നുപോയപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി. നിയമസഭ നടക്കുന്ന ആ ഒരു ഹാള് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് 3ാമത്തെ നിലയിലാണ്. ലിഫ്റ്റ് വഴിക്ക് പോകാം, നടന്നും പോകാം. നമ്മൾ അതുവഴിക്ക് നടന്നു പോകുന്നു. അവിടെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ലിഫ്റ്റുണ്ട്, പക്ഷേ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. നമുക്കതിന് സാധ്യമല്ല. അതുവരെ പോയി മടങ്ങി വരാം. പിന്നെ നിയമസഭാ മന്ദിരവും നിയമസഭാ ഹാളും ഒക്കെ ടി വിയിൽ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. ചർച്ചകൾ, നിയമസഭ കൂടുന്ന സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ടി വിയിൽ കാണുമല്ലോ. അതുകൊണ്ട് അനുവദനീയമല്ലാത്ത സ്ഥലത്ത് പോയി നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെ കുറേ നേരം മനോഹരമായ നിയമസഭാ ഹാളിലൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ തിരികെ വന്നത്. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. വഴിയെ ചില പരിചയക്കാരെ കണ്ടു, ചില വ്ളോഗേഴ്സിനെ കണ്ടു. ധാരാളം വ്യക്തിത്വങ്ങൾ, നാം അറിയുന്നതും അറിയാത്തതുമായി ഇവിടെ ഈ പുസ്തകത്തിൻ്റെ മായാലോകത്തേക്ക് കടന്നു വരുന്നു. നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. ഈ ഗാർഡനിലെ ദീപാലങ്കാരം നോക്കൂ. എല്ലാ മരങ്ങളെയും ചെടികളെയും ദീപങ്ങളെ കൊണ്ട് വർണ്ണാഭമാക്കിയിരിക്കുന്ന കാഴ്ച വളരെ മനോഹരങ്ങളാണ്. ഈ മന്ദിരത്തിൻ്റെ പിന്നിലാണ് മറ്റൊരു ഓഡിറ്റോറിയം ഉള്ളത്. അവിടെ തന്നെ പലതരത്തിലുള്ള രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുന്ന ക്യാൻറ്റീനുണ്ട്, ഫുഡ് കോർട്ട്സ് ഉണ്ട്. പകൽ നമ്മൾ കണ്ട കാഴ്ചകൾക്കെല്ലാം രാത്രിയായതോടുകൂടി നിറം വച്ചിരിക്കുന്നു. ഏതോ ഇംഗ്ലീഷ് മൂവിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആണ് അതിൻ്റെ ദീപവിതാനം.
തിരുവനന്തപുരത്തുകാർക്ക് കിട്ടിയ മഹാഭാഗ്യങ്ങളായിരുന്നു അടുത്തടുത്ത് വന്ന ഈ 2 ഫെസ്റ്റിവൽ. ഒന്ന് കേരള സ്കൂൾ കലോത്സവം. അതിൻ്റെ ഹാങ് ഓവർ, ആ സന്തോഷത്തിൻ്റെ ലഹരി വിട്ടു പോകും മുമ്പെയാണ് ഈ പുസ്തകോത്സവം ഇവിടെ വന്നെത്തിയത്. എല്ലാം കൊണ്ടും വളരെ സുന്ദര സുരഭിലമായ ഒരു മാനസിക അവസ്ഥയിലേക്കാണ് എല്ലാ സെലിബ്രേഷൻസും നമ്മെ കൊണ്ടുപോവുക. ഇത്തരം സെലിബ്രേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു മനസ്സ് വളരെയധികം മോട്ടിവേറ്റഡ് ആകും എന്നതിന് തർക്കമില്ല. മാത്രമല്ല, അവിടെ ധാരാളം പ്രോഗ്രാംസ് നടന്നിരുന്നു. മോട്ടിവേറ്റർ സ്പീച്ച് അല്ലെന്നുണ്ടെങ്കിൽ മൈൻഡ് പവർ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന മഹത് വ്യക്തിത്വങ്ങളൊക്കെ അവിടെ സംസാരിച്ചിരുന്നു. ഇത് വീണ്ടും പിറ്റന്നത്തെ കാഴ്ചയാണ്. ഓരോ ദിവസവും പകലും രാത്രിയുമായി 13 വരെ ഞാനും ഇവിടെ വന്നിരുന്നു. കാഴ്ചകൾ എടുക്കുവാനും പുസ്തകങ്ങളെ പരിചയപ്പെടുവാനും നല്ല സംസാരങ്ങളെ കേൾക്കുവാനും മനോഹരമായ പ്രോഗ്രാം കാണുവാനും. ഇത് നിയമസഭാ മന്ദിരത്തിൻ്റെ പിൻവശത്തായിട്ടുള്ള വലിയ ഒരു തുറന്ന പ്രദേശമാണ്. അതുവഴി പുറത്തേക്ക് പോയാലാണ് നമുക്ക് ഫുഡ് കോർട്ടിൽ എത്താൻ പറ്റുക. ഇതും വളരെ സർപ്രൈസ് ആയിരുന്നു. ധാരാളം സ്റ്റാളുകൾ ഇവിടെയുമുണ്ട്. എനർജി ഇല്ല. ഏത് സ്കൂളാ? പെരിങ്ങമല. ഞാറനീലി സ്കൂളിന്റെ പേര് ഓറസ് വേണ്ട, ഒരാൾ പറഞ്ഞു. ഡോക്ടർ അംബേദ്കർ വിദ്യാനികേതൻ CBSE സ്കൂൾ ഞാറനീലി. ഒന്നുകൂടെ. ഡോക്ടർ അംബേദ്കർ വിദ്യാനികേതൻ CBSE സ്കൂൾ ഞാറനീലി. അവിടുത്തെ കുട്ടികൾ നല്ല പഠിക്കുന്നവരായിരിക്കും. കാരണം ഇത്രയും എസ് പോലെ പറയണ്ടേ. ടീച്ചേഴ്സാ അത് ചാനല്. മറ്റൊരു ദിവസം ഒരു സായം സന്ധ്യ കഴിഞ്ഞപ്പോൾ ഒരു ഖാദികൻ്റെ കഥാപ്രസംഗം ഇവിടെ നടക്കുകയാണ്. വസന്തകുമാർ സാംബശിവൻ ആണ് ആ ഖാദികൻ. ഇങ്ങനെ പുസ്തകത്തിൻ്റെ സ്റ്റാളുകളിലൂടെ നമ്മൾ മുന്നോട്ട് നടന്നു. ഇന്ന് താരതമ്യേന തിരക്കില്ലായിരുന്നു. അറിവിൻ്റെ മാസ്മരിക ലോകത്തിലൂടെ നടക്കുന്ന പോലെ തോന്നി. പകലും രാത്രിയുമായി ഏതാനും ദിനങ്ങൾ അങ്ങനെ കടന്നുപോയി. ഈ യാത്രയിലുടനീളം സാഫ്രോണിനോടൊപ്പം ഈ പുസ്തക പ്രദർശന പരിപാടിയും ഉത്സവവും കാണാൻ വന്ന എല്ലാവർക്കും മഴ കൊണ്ടുള്ള ഒരു ആനന്ദ ചാർത്തിയ പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടാസ്വദിച്ച് പോകാനായതിൻ്റെ സന്തോഷമുണ്ട്. സാഫ്രോണിൻ്റെ നന്ദി, നമസ്കാരം.